വെറുതെ തമാശ കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, കുറച്ചുകൂടെ നല്ല റിട്ടേൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള, പിന്നെ അതപ്പോൾ റെസ്പോൺസിബിലിറ്റി ആയി മാറി. ആൾക്കാരെ എങ്ങനെയെങ്കിലുമൊക്കെ ചിരിപ്പിക്കുക എന്നുള്ളൊരു പ്രഷറിലല്ല ഞാൻ ചെയ്യുന്നത്. ഫാഫയുടെ ഒക്കെ കൂടെ ഒരു സിനിമയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എന്തോ അക്കംപ്ലിഷ് ചെയ്ത പോലെ തന്നെ എനിക്ക് തോന്നിയായിരുന്നു. എല്ലായിടത്തും നോക്കുമ്പോൾ ഫ്ലെക്സുകളിലും ഒക്കെ പോസ്റ്റേഴ്സിലൊക്കെ ആ മുഖം കാണാൻ വരുന്ന ആൾക്കാരെ നിരാശരാക്കപ്പെടാതിരിക്കുക എന്ന് പറയുന്നതും ഭയങ്കര ആയിട്ട്. കഴിഞ്ഞ 3 വർഷത്തിൽ 3 സിനിമ എഴുതിയിട്ടുണ്ട്. 3ന്റെയും ഭാഗമായിട്ട് ഈ പറയുന്ന റൈറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ്. ഞാൻ കുറേയൊക്കെ അജേഷാണ്. ഈ പറയുന്ന പോലെ ഈ പറയുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമ്മൾ ഈ സീറ്റിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ചാരി ഇരുന്നിട്ട് സീറ്റിൻ്റെ ഇടയിൽ കൂടെ ബാക്കിലുള്ള ആൾക്കാരെ നോക്കും. അപ്പോൾ അവരുടെ ചിരി, അങ്ങനെ നമ്മൾ തമാശ എന്ന് തോന്നുന്ന ആ സ്ഥലങ്ങളിലൊക്കെ അവർ ചിരിക്കുന്നു, കൈയടിക്കുന്നു എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളിലൊക്കെ കിട്ടുന്നത് ഭയങ്കര തന്നെ ഒരു ഹൈ തന്നെയാണ്. ആ ഹൈ ആണ് ആക്ച്വലി ഇവഞ്ച്വലി കിട്ടുന്ന ഹൈ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം എടുക്കുന്നത്. പെണ്ണടി എന്നൊക്കെ പറയുന്ന സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ ചിരി വരുന്നുണ്ട്. ആൾക്കാരെ അത് ഇവഞ്ച്വലി ഓഡിയൻസിനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സീനാണ്. അല്ലാതെ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു അബ്യൂസർ നിന്ന് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ആ സീനിൽ സംസാരിക്കേണ്ടത്. എനിക്ക് ചെയ്യണം, അതെനിക്ക് ചെയ്യണം. കാരണം നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഒരു ബുക്കാണ്, നോവലാണ് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നത്. ആൾക്കാർക്കൊരു എക്സ്പെക്റ്റേഷനുണ്ട്. ഫഹദിനെ പോലത്തെ ഒരു ആക്ടറിന് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അവിടെ നിന്നാണ് അവരുടെ ആലോചന തുടങ്ങുന്നത്. ഡയറക്ട് ചെയ്ത സിനിമ പിന്നെ ഒരിക്കലും പോയി കാണാൻ തോന്നാറില്ല. മിന്നൽ മുരളി റിലീസിൻ്റെ ആ ഒരു സമയത്ത് ഒരു പ്രാവശ്യം കണ്ടതേ ഉള്ളൂ. പിന്നെ അതിനുശേഷം മിന്നൽ മുരളി ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. ബേസിൽ ജോസഫാണ് ക്യൂ സ്റ്റുഡിയോയിൽ. ബേസിൽ, സ്വാഗതം. നമ്മൾ ജാനേമൻ മുതൽ ഇങ്ങോട്ട് നമ്മളൊന്ന് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന ആലോചിച്ചിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും റിലീസുകളുണ്ടായിരുന്നു. ആദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ പൊന്മാൻ്റെ സക്സസ്സിലാണ്. ജാനേമൻ മുതൽ പൊന്മാൻ വരെയുള്ളൊരു ജേർണി ഉണ്ട് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു സോളോ പെർഫോമൻസിൽ അല്ലെങ്കിൽ സോളോ ഫിലിം വരുന്ന ഒരു ഉത്തരവാദിത്വം നിറഞ്ഞൊരു യാത്രയാണല്ലോ. ബേസിലിനെ സംബന്ധിച്ചുള്ള മറ്റേ നമ്മുടെ ഓരോ ബാറ്റ്സ്മാൻ്റെ സ്ട്രൈക്കിംഗ് റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ കൂടുതൽ സിക്സും കൂടുതൽ സെഞ്ചുറി അടിച്ച് പോകാൻ പറ്റിയിട്ടുള്ള ആളാണ്. ശരിക്ക് ഡയറക്ഷൻ എന്നുള്ള ആഗ്രഹത്തിൽ വന്ന കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഭയങ്കര യാതനകൾ നിറഞ്ഞൊരു യാത്രയിൽ നിന്നാണല്ലോ മിന്നൽ മുരളി വരെയുള്ളൊരു ഗ്രാൻഡ് സക്സസ് ഉള്ള സിനിമ ഉണ്ടാകുന്നത്. ഇത് ഒരു ആക്സിഡൻ്റൽ ജേണിയാണല്ലോ. പക്ഷെ അവിടെ ബേസിൽ ഭയങ്കര പെർഫെക്ഷനുള്ള ഭയങ്കര ഉത്തരവാദിത്വം നിറഞ്ഞൊരു യാത്രയായി മാറുന്നത്. എവിടെ മുതലാണ് അങ്ങനെ ഒരു ഡിസിഷൻ, ഇതെനിക്ക് കുറേയും കൂടി റെസ്പോൺസിബിളായി ചെയ്യേണ്ട കാര്യമാണ്, എൻ്റെ ആക്ടറിനെ ഞാൻ ഫൈൻ ട്യൂൺ ചെയ്യണം, ആക്ടറിന് കുറച്ചുകൂടി പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് തീരുമാനിച്ചത്? നീയൊന്ന് ജോജി ഒക്കെ ചെയ്യുമ്പോഴാണ്, അത് ഈ പറയുന്ന കോവിഡിൻ്റെ ഇടയിലാണ് അതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ജോജി ചെയ്യുമ്പോൾ ഈ പറയുന്ന ആദ്യമായിട്ടാണ് ആക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു അപ്രിസിയേഷൻ എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു അച്ഛൻ്റെ ക്യാരക്ടർ. അതെ, അതുവരെ ഒരു കോമഡി സൈഡ് കിക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ സിനിമകളിലും ഈ പറയുന്ന ഒറ്റ ലൈനിൽ പറയാവുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു എപ്പോഴും. നായകൻ്റെ കൂട്ടുകാരൻ, നായകൻ രക്ഷപ്പെട്ടാൽ നീ രക്ഷപ്പെടും, നായകൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ നീയും പ്രശ്നത്തിലാവും എന്നുള്ള രീതിയിൽ. അപ്പോൾ കൗണ്ടർ കോമഡികൾ അടിക്കുക അല്ലെങ്കിൽ വിഷ്വൽ ഹ്യൂമർ ചെയ്ത ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ള ഒറ്റ ഇൻറ്റൻഷൻ മാത്രമേ ഉള്ളൂ എല്ലാ സീനുകളിലും. ഒന്ന് ഇമോഷണലിയോ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്ത് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ടും ഒക്കെ ആയിട്ട് ആൾക്കാരെ എങ്ങനെയെങ്കിലുമൊക്കെ ചിരിപ്പിക്കുക എന്നുള്ളൊരു പ്രഷറിലല്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പോയിന്റിലേക്ക് ഈ കരിയർ അത്ര എങ്ങോട്ട് എക്സൈറ്റിംഗ് ആവുന്നില്ല. നമുക്ക് എവിടേക്കോ നമ്മളെ തന്നെ അത് കോംപ്രമൈസ് ചെയ്യുന്നു. ഈ പറയുന്ന അതൊരു ഭയങ്കര പ്രഷർ, ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത്. ചിരിച്ചില്ലെങ്കിൽ വേറെ നമ്മളെപ്പോഴും പറയുന്നതാണല്ലോ, സീരിയസ് ഒരു ഡ്രാമ ചിലപ്പോൾ വർക്കായില്ലെങ്കിൽ വർക്കായില്ല എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ത്രില്ലർ, ഒരു സസ്പെൻസോ മിസ്റ്ററിയോ. പക്ഷെ ചിരിപ്പിക്കാൻ നോക്കിയിട്ട് ചിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അത്രയും ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റ് വേറെ ഒന്നിനും ഉണ്ടാവില്ല. അപ്പോൾ ആ പ്രഷർ എപ്പോഴും ഉണ്ടാവില്ല എല്ലാ സീനിലും. പിന്നെ ചിലപ്പോഴൊക്കെ ഡയറക്ടേഴ്സ് ആണെങ്കിലും റൈറ്റിങ്ങിൽ ചിലപ്പോൾ ആ ക്യാരക്ടറിന് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ബാക്കി നമ്മുടെ കയ്യിലേക്ക് അങ്ങ് എല്ലാ പ്രഷറും വരും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ മൊത്തത്തിൽ ആ ഏരിയ ഒക്കെ ഒന്ന് കളറാക്കി എടുക്കണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഫീഡ്ബാക്സ് ഒക്കെ തരും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ഇത് ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് മാറുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിലേക്ക് തന്നെ പോവാം എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് ഈ ജോജിയിലേക്ക് അങ്ങനെ ഒരു, അപ്പോൾ അവരുടെ വിളി വരുന്നു എന്ന് പറയുന്നത്. ശ്യാമേട്ടൻ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നൊരു ഒരു റൈറ്റർ, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അതുപോലെ ദിലീഷ് പോത്തൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയിൽ ഫാഫയുടെ ഒക്കെ കൂടെ ഒരു സിനിമയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എന്തോ അക്കംപ്ലിഷ് ചെയ്ത പോലെ തന്നെ എനിക്ക് തോന്നിയായിരുന്നു. അതിനുശേഷം അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഫീഡ്ബാക്സും റെസ്പോൺസും ഒക്കെ ഭയങ്കര ഈ പറയുന്ന പോസിറ്റീവായിരുന്നു. അവിടെ ഒരു വീണ്ടും എനിക്ക് കുറച്ച് എനിക്ക് കൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മോട്ടിവേഷനായിരുന്നു. പിന്നെ അതിനുശേഷം ജാനേമൻ വന്നു. ജാനേമനിലും അതിൻ്റെ ഒരു സക്സസ്, അതിൻ്റെ ഹ്യൂമറൊക്കെ ഞാൻ ചിലപ്പോൾ മുമ്പ് ചെയ്ത സിനിമകളിൽ നിന്നൊക്കെ ഉള്ള ഒരു ഷെയ്ഡ്സിലേക്ക് ആയിരിക്കാം ആ ക്യാരക്ടർ, ജോയ്മോൻ്റെ ക്യാരക്ടർ. പക്ഷേ ജോയ്മോൻ ഒരു പോയിന്റിൽ ഇമോഷണൽ ആവുന്നൊരു സീനുണ്ട്.
ജോയ്മോനും ബാലു ആയിട്ടുള്ള സീൻ, മോനിച്ചനുമായിട്ടുള്ളൊരു സീൻ. അവിടെ ഇമോഷണൽ ആവുന്ന സീനിന് കുറേ അപ്പോൾ ആദ്യമായിട്ടൊരു ക്യാരക്ടറിന് വേറൊരു ലെയറും കൂടെ പ്ലേ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സിനിമയായിരുന്നു ജാനമൻ. അപ്പോൾ അതിനും കുറേ അപ്രീസിയേഷൻ കിട്ടി. ആ പറയുന്ന ജോയ്മോൻ്റെ ആദ്യത്തെ ഒരു ഡിപ്രഷൻ്റെ അപ്പുറത്തേക്ക് കോമഡിയും അതിൻ്റെ കളികൾക്ക് അപ്പുറത്തേക്ക് ജോയ്മോന് വേറൊരു ലെയറും കൂടെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആസ് ആൻ ആക്ടർ കിട്ടി. അപ്പോൾ അതിനും അപ്രീസിയേഷൻ വന്നു. പിന്നെ പാൽത്തു ജാൻവർ വീണ്ടും ഭാവന സ്റ്റുഡിയോ, ദിലീപ് ചേട്ടനും ശ്യാമേട്ടനൊക്കെ ഉള്ള സംഗീതൻ്റെ പടത്തിലേക്കും വീണ്ടും. അപ്പോൾ അവിടെയൊക്കെ തൊട്ട് ഓക്കെ, ഇത് എനിക്ക് എവിടെയൊക്കെയോ ചെയ്യാൻ പറ്റും, അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അപ്പോൾ ഞാൻ ചെയ്യുന്നത് വർക്കാവുന്നുണ്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു തോന്നലും, വെറുതെ തമാശ കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, കുറച്ചുകൂടെ നല്ല റിട്ടേൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള. പിന്നെ അതപ്പോൾ റെസ്പോൺസിബിലിറ്റി ആയി മാറി. നേരത്തെ പറഞ്ഞ പോലെ ഒരു പടം ഹാൻഡിൽ ചെയ്യുക, റെസ്പോൺസിബിളായിട്ട് ഒരു പടം ഷോൾഡർ ചെയ്യുക എന്നൊക്കെ പറയുന്ന സാഹചര്യം വരുമ്പോൾ നമ്മളതിൽ 100% പ്രൊഫഷണലായേ പറ്റൂ. ഇതൊരു ഒരു പാർട്ട് ടൈം ഇതായിട്ട് ഇതിനെ കാണാൻ ഒരിക്കലും പറ്റില്ല. കാരണം പ്രൊഡ്യൂസർ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എൻ്റെ മുഖം വെച്ചിട്ടാണ് പോസ്റ്ററുകളും ഫ്ലെക്സുകളും അടിക്കുന്നത്. അപ്പോൾ ആ മുഖം കാണാൻ വരുന്ന ഓഡിയൻസിനെ നിരാശരാക്കുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, നമുക്കെന്തോ ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണല്ലോ. ഒരിക്കലും അവർ ഡിസപ്പോയിൻറ്റഡ് ആക്കരുത്. അപ്പോൾ അതെല്ലായിടത്തും നോക്കുമ്പോൾ ഫ്ലെക്സുകളിലൊക്കെ പോസ്റ്റേഴ്സിലൊക്കെ ആ മുഖം കാണാൻ വരുന്ന ആൾക്കാരെ നിരാശരാക്കപ്പെടാതിരിക്കുക എന്ന് പറയുന്നതും ഭയങ്കര. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എനിക്ക് അപ്സ്കിൽ ചെയ്യാൻ പറ്റുക, എനിക്ക് ഇനി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് എന്നെ ബെറ്ററായിട്ട് എന്നെ തന്നെ തേച്ച് മിനുക്കി എടുക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പോയിന്റ് തൊട്ടാണ് പിന്നെ അതിനെ കുറേ കൂടെ ഈവൻ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്. ആ ഡയറക്ടർ എന്നുള്ള പ്രൊഫൈലിനോടൊപ്പം തന്നെ ബാലൻസ്ഡ് ആയിട്ട് ഇതും നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതിലേക്ക് വരാൻ തുടങ്ങിയത്. ആ റെസ്പോൺസിബിലിറ്റി ഒന്നുകൂടെ ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. ബേസിക്കലി അത് ജോജി തന്നെയാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ജോജി പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഈ ആക്ടറുടെയും ഫിലിം മേക്കറുടെയും രണ്ട് തരം ട്രാവലാണല്ലോ. ഇപ്പോൾ ഫിലിം മേക്കർ എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ഞാൻ ബേസിൽ കാണുമ്പോഴൊക്കെ ഓഫ് ദ റെക്കോർഡ് അല്ലാതെയും പറയാറുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർക്ക്, അതായത് ഞാനൊരു 10-25 വർഷത്തെ മലയാള സിനിമയിൽ പറഞ്ഞ ഏറ്റവും ഗംഭീരമായ തുടക്കങ്ങളിലൊന്നാണ് ഈ ജെയ്സണും ഷിബുവിനും മിന്നലടിക്കുന്ന വരെയുള്ളൊരു ആർക്ക്. അതിഗംഭീരമായിട്ട് ചെയ്തൊരു സിനിമയാണ്. അങ്ങനെ ഒരു നെവർ ബിഫോർ എക്സ്പീരിയൻസ് പോലെയാണ് അത്. കംപ്ലീറ്റ് ഒരു ആലോചനയിൽ നിന്നാണല്ലോ, അതിലൊരു വിഷ്വൽ കൊറിയോഗ്രഫി തന്നെ ഉണ്ടല്ലോ, ഇതിങ്ങനെ ആവണം, അതിന് ഭയങ്കര ലേയേർഡ് ആയിട്ടുള്ള പരിപാടിയുണ്ട്. ഇത് ദൈനംദിനമായിട്ട് ഇപ്പോൾ ബേസിൽ ചായ കുടിക്കുമ്പോൾ, ബേസ് കൊച്ചിൻ്റെ അടുത്തിരിക്കുമ്പോൾ, വൈഫിൻ്റെ അടുത്ത്, അങ്ങനെ ബേസിൽ ഒരു ദൈനംദിനമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം ബേസിലെ ഫിലിം മേക്കറിൻ്റെ തോട്ട് പ്രോസസ്സാണ് പോകുന്നത്. ആ ആലോചനകളുടെ ഒരു കുരുക്കഴിക്കലും കുരുക്കുമുറുക്കലിലൊക്കെ ചേർത്തിട്ടാണ് അതിൻ്റെ എൻ പ്രോഡക്റ്റായിട്ട് സിനിമയുടെ ഉണ്ടാകുന്നത്. ആക്ടറുടെ വേറൊരു ജേണിയാണ്. ചിലപ്പോൾ ആക്ടർ വേറെ ആക്ടറിൻ്റെ പെർഫോമൻസ് കാണാം, അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മുടെ സീനിയറായി ഇന്നയാൾ എങ്ങനെ ഇമോട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇത്തരം ക്യാരക്ടർ എങ്ങനെ ഫണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു പെർഫോമൻസ് ഡ്രിവൺ ആയിട്ടുള്ള അത്തരം ടിപ്സോ അല്ലെങ്കിൽ അത്തരം ടേക്ക് അവേ കിട്ടുന്ന സ്ഥലങ്ങളായിരിക്കും അങ്ങനെ ഫോക്കസ് ചെയ്യുക. ഇത് രണ്ട് വിചിത്രമായ രണ്ട് സ്വഭാവമുള്ള രണ്ട് തരം ജേണിയാണല്ലോ. സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് രണ്ടാളുകളെ, ഒരു സ്ഥലത്ത് ആക്ടറിനെയാണ് ബേസിനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, മറ്റേ സ്ഥലത്ത് ഫിലിം മേക്കറെയാണ്. ഈ ആക്ടർ ജേണിയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പം അതിനൊരു ഇപ്പം ജാനേമൻ മുതൽ ഇങ്ങോട്ടുള്ള ഒരു 3+ ഇയേഴ്സിൻ്റെ ഒരു ജേണി ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, മിന്നൽ മുരളിക്ക് ശേഷമുള്ള സമയത്ത്. അവിടെ എന്താണ് ഒരു പ്രാക്ടീസ്, എന്താണ് ഞാൻ പറയുന്ന ഒരു പ്രിപ്പറേഷൻ അല്ല, എന്നാൽ പോലും എന്നിലെ ആക്ടർ എന്നുള്ള രീതിയിൽ ബേസിൽ നടത്തുന്ന ഒരു പ്രാക്ടീസ്, അല്ലെങ്കിൽ ഈ പറയുന്ന സെൽഫ് ഇവാലുവേഷൻ, റിവിഷൻ, അതൊക്കെ എന്താ? എനിക്ക് തോന്നുന്നു ഇത് രണ്ടും കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ വെരി റീസെൻ്റ്ലിയാണ് എല്ലാം ഈ ടു മെനി റിലീസസ് ബാക്ക് ടു ബാക്ക് വന്നപ്പോൾ മാത്രമാണ് എനിക്ക് അവിടെ ഇച്ചിരി ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് സമയം കൊടുക്കാൻ പറ്റാത്ത ഒരു വെരി റീസെൻ്റ്ലി കഴിഞ്ഞ 2-3 മാസം. അതിന് തൊട്ട് മുമ്പ് വരെ രണ്ടും കറക്റ്റായിട്ട് തന്നെ ബാലൻസ് ചെയ്തിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഡയറക്ടർ എന്നുള്ള ഒരു അപ്സ്കില്ലിങ്ങും സിനിമ വ്യൂവിങ്ങും അതിന് വേണ്ടിയിട്ട് റൈറ്റേഴ്സുമായിട്ടും ഒരു വളരെ ആക്റ്റീവായിട്ടൊരു സിനിമ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഗ്രൂമിങ് നടക്കുന്നുണ്ട്. ഈ പറയുന്ന ഒരു ക്രിയേറ്റീവ്ലി ഉള്ള ഒരു ഗ്രൂമിങ് നമുക്ക് സിനിമ, ഇപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ആ സിനിമയെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പാട്ട് കേൾക്കുമ്പോഴും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ആ സിനിമയെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കപ്പോൾ അതിനൊരു ഡ്രൈവ് ഉണ്ട്, കൃത്യമായിട്ടുള്ളൊരു ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ അഭിനയിക്കുമ്പോഴാണെങ്കിലും തിരിച്ച് ക്യാരവനിൽ വന്നിരുന്ന് ലാപ്ടോപ്പ് തുറന്ന് അതിനെക്കുറിച്ചുള്ള ഡയറക്റ്റ് ചെയ്യുന്ന സിനിമേൻ്റെ കുറിച്ചുള്ള നോട്ട്സോ അല്ലെങ്കിൽ സിനിമ കാണുമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച്. അപ്പോൾ ഈ പറയുന്ന അങ്ങനത്തെ ബ്രേക്ക് സമയം കിട്ടുമ്പോഴൊക്കെ തിരിച്ച് റൂമിൽ ചെല്ലുമ്പോഴാണെങ്കിലും, ഇപ്പോൾ അഭിനയിക്കുന്ന സമയത്ത് വേറെ അങ്ങനെ എല്ലാവരുമായിട്ട് അങ്ങനെ ജോലി അടിച്ചിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി അങ്ങനത്തെ, ചിലപ്പോൾ ഒരു റൂമിൽ പോയിരുന്ന് ഞാൻ തന്നെ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എല്ലാവരുമായിട്ട് നമുക്ക്. അപ്പോൾ അത് ഒരു ഭയങ്കര ട്രിക്കി സ്പേസ് ആണ്. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് അതിനുള്ള സമയം കിട്ടിയെന്ന് വരില്ല.
ബ്രേക്ക് സമയങ്ങളും ഒക്കെ ആയിട്ടൊക്കെ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊരു ബാലൻസിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇപ്പുറത്തെ സൈഡിൽ നടക്കുന്ന ഈ അപ്സ്കില്ലിങ് ഇതിനെ ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴോ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ അയാളുടെ ഒരു ആർക്ക്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക്, ആ ക്യാരക്ടറിൻ്റെ ജേണി, അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെ എത്രമാത്രം ഇമോട്ട് ചെയ്യണം. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ സൈഡിലുള്ള സിനിമ എന്ന് പറയുന്നത്, ഞാൻ ആക്ടർ എന്നുള്ള രീതിയിലല്ല ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഡയറക്ടർ എന്നുള്ള രീതി തന്നെയാണ്, അല്ലെങ്കിൽ റൈറ്റിംഗ്. അപ്പോൾ ഞാൻ ആ സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ പഠിക്കുന്നുണ്ടാവുമായിരിക്കും. എൻ്റെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ചും അവൻ്റെ ജേണി, അവൻ്റെ ഇന്നർ കോൺഫ്ലിക്റ്റുകൾ, അവൻ്റെ അല്ലാത്ത എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റ്, അയാളുടെ ഒരു എല്ലാം രീതിയിലും അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പഠനം ഒരു തരത്തിൽ ഇപ്പുറത്ത് ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ അവിടെ കുറേ കൂടെ ആ സ്ക്രീൻ റൈറ്റിംഗ് ഒരു അവബോധം ഉണ്ടല്ലോ, അവയർനെസ് ഉണ്ടല്ലോ ഡയറക്റ്റ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, ഓൺ ലൊക്കേഷനിൽ ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളൂ. പക്ഷെ റൈറ്റിംഗ് പ്രോസസ്സിന്റെ പാർട്ടാണ് നമ്മൾ. അതെ, റൈറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 3 വർഷത്തിൽ 3 സിനിമ എഴുതിയിട്ടുണ്ട്. 3ന്റെയും ഭാഗമായിട്ട് ഈ പറയുന്ന റൈറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആണ്. അപ്പോൾ ആ റൈറ്റിങ്ങിൻ്റെ പ്രോസസ്സ് തീർച്ചയായിട്ടും ഇവിടെയും നമ്മളെ വേറെ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ടർ എന്നുള്ള റിവിഷനേക്കാളും ഇതാണ് എന്നെ കുറേ കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും ക്യാരക്ടറിൻ്റെ റൈറ്റിങ്ങിൻ്റെ, ഇപ്പോൾ നമ്മൾ ആക്ടർ എന്നുള്ള രീതിയിൽ മോർ സക്സസ്ഫുൾ ആകുമ്പോൾ ബെറ്റർ റൈറ്റിങ്ങുകൾ വരും ക്യാരക്ടേഴ്സിന്. കുറേ കൂടെ ജസ്റ്റ് ദ ഹ്യൂമർ എന്നുള്ള രീതിൻ്റെ അപ്പുറത്തേക്ക് കുറേ കൂടെ ഡീപ്പറായിട്ടുള്ള റൈറ്റിംഗ് വരും. റൈറ്റിംഗ് ഡീപ്പറായിട്ട് വരുമ്പോൾ കുറേ കൂടെ ഇൻറ്റേർണലൈസ് ചെയ്യാൻ പറ്റും, മോർ ദാൻ നമ്മൾ എക്സ്റ്റേണലായിട്ട് വിചാരിച്ചതിനേക്കാളും ആ മൊമെൻറ്റ് നമുക്ക് ഇച്ചിരി കൂടെ ഫീൽ ചെയ്ത് ചെയ്യാനുള്ള ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ കുറേ കൂടെ ജെന്യുവിനായിട്ട് ചെയ്യാനുള്ള സിനിമകളിലേക്ക് എത്താൻ പറ്റുന്നു. ഇപ്പോൾ പൊന്മാനൊക്കെ അങ്ങനത്തെ ഒരു സിനിമയാണ്, ഞാൻ ഉള്ളിൽ നിന്ന് അറിഞ്ഞ് ചെയ്ത സിനിമയാണ്. അതിലൊരു കള്ളത്തരം ഉണ്ടായിട്ടില്ല. ആ സിനിമ ത്രൂ ഔട്ട്, ആ സിനിമ അവസാനം വരെ അങ്ങനെ തന്നെ ചെയ്തത്. അങ്ങനെ ചെയ്തതാണ് കഠിന കടോരം ഞണ്ടകടാകം എന്നൊക്കെ പറയുന്നത്. ഇത് റിലേറ്റ് ചെയ്ത് തന്നെ ചോദിക്കാനിരുന്നത് അടുത്തതായിട്ട്. അതെ, എന്താണ് ബേസിൽ പറഞ്ഞ അവിടെ എത്തിയ സെയിം സംഗതി ചോദിക്കുന്നത്. ഇപ്പം ബച്ചു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നു, ഇത്രമേൽ പ്രതിസന്ധികളിൽ അങ്ങനെ പെട്ടുഴറുകയാണ്, അതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു തിരിച്ചടി വരുന്നത്. അജേഷ് അങ്ങനെയല്ല. അജേഷിനെ സംബന്ധിച്ചോളം അജേഷ് ഇത് തന്നെയാണ് അയാളുടെ ശീലം, ഇത് തന്നെയാണ് അയാളുടെ ദൈനംദിന ജീവിതം. ഇങ്ങനെ തല്ല് വാങ്ങിച്ച് ഇങ്ങനെ ഈ അപകട സന്ധികളിലൂടെ മാത്രം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് തലവെട്ടിച്ചിറ എന്ന് പറയുന്ന സമയത്ത് അത്ര വലിയ ഞെട്ടൽ ബാധിക്കാത്ത ആൾ ഒരുപക്ഷെ അജേഷാണ്. കാരണം വെച്ചാൽ ഇത് അയാൾക്ക് അറിയാം ഇങ്ങനെ വന്ന് വിളിക്കാണ്ട്. പക്ഷേ ഈ 4-5 ചെറുപ്പക്കാർ വായിച്ചപ്പോഴും അതിൻ്റെ ഒരു സിനിമാറ്റിക് മൊമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ആഗ്നസും അജേഷും ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മൊമെൻ്റ് ഉണ്ട്. അവിടെ ബേസിൽ നിന്ന് ആക്ടറിന് പ്രൂവൺ ചെയ്തേ മതിയാവുള്ളൂ. കാരണം വെച്ചാൽ അത് അങ്ങനെ ഒരു മൊമെൻ്റാണ്. അവിടെ ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 3-4 സീക്വൻസിൽ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവിടെ ചില സമയത്ത് വളരെ ഇമോഷണലായിട്ട്, കാരണം മറിച്ച് സംഭാഷണങ്ങളൊന്നും ഇല്ലാത്തടത്ത് തന്നെ കണ്ണ് നിറഞ്ഞ് ഭയങ്കര ഇമോഷണലായിട്ട് സാധനമുണ്ട്. ചില സമയത്ത് കരയാൻ തോന്നുന്നിടത്ത് തന്നെ റിയലിസ്റ്റിക് ആയിട്ട് റിയാക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇതിലെ സമയത്തിൽ ഇതൊരു ഇമോഷണൽ പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ കംപ്ലീറ്റ് പെർഫോമൻസ് ഡ്രിവൺ സിനിമയായിരുന്നല്ലോ. എനിക്കറിയാവുന്നത് മറ്റ് പല ആദ്യം ഓപ്ഷനിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഫഹദിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആലോചനയാണ് 4-5 ചെറുപ്പക്കാരുണ്ടായിരുന്നത്. ഭയങ്കര ഒരു സധൈര്യം അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇത്ര മറ്റേ ഇമോഷണൽ ഡെപ്തുള്ളൊരു പെർഫോമൻസിലേക്ക് കോൺഫിഡൻ്റ് ആവുന്ന ഒരു മൊമെൻറ്റിൽ തന്നെയാണോ ഇത് ചെയ്തത്? കാരണം ഇത് സിനിമ കണ്ടു കഴിയുന്ന സമയത്ത് നമുക്ക് ബേസിലിനെ അല്ലാതെ നേരത്തെ ആലോചിച്ച് വെച്ചാൽ ആക്ടറെ പോലും ആലോചിക്കാൻ പറ്റില്ല. എനിക്ക് പേഴ്സണൽ ലൈഫിൽ ഞാൻ കുറേയൊക്കെ അജേഷാണ്. ഈ പറയുന്ന പോലെ ഈ പറയുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇത് വായിക്കുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ കാര്യത്തില് അല്ലെങ്കിൽ ആളുകൾ റിലേറ്റ് ചെയ്യും അജേഷിന്റെ പ്രശ്നങ്ങൾ ബേസിലുണ്ടാകും. അങ്ങനല്ല ഈ പറയുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആ ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് തോന്നിയത് അവരെൻ്റെ അടുത്ത് വന്നു എന്നുള്ളത് ശരിയാണ്. അവർക്കും അതിൻ്റെതായിട്ടുള്ള, ഇപ്പോൾ ജ്യോതിഷേട്ടനാണെങ്കിലും അവരുടേതായിട്ടുള്ള കൺസേൺസ് ഉണ്ടാവുമായിരിക്കാം. ഇത് പുള്ളിയെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ, പക്ഷെ അത് പുൾ ഓഫ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ അവിടുത്തെ എക്സൈറ്റ്മെൻറ്റ്. ബേസിക്കലി ഈ പറയുന്ന ആ ക്യാരക്ടർ അങ്ങനെ ഇൻറ്റേർണലൈസ് ചെയ്ത് ഞാൻ അത് ചെയ്ത് കാണിക്കുക എന്നുള്ളത് അജേഷിനെ പോലെ തന്നെ ഉള്ളൊരു കാര്യമുണ്ടല്ലോ. നമുക്ക് ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന കാര്യം ചെയ്ത് കാണിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ആ ബുക്ക് വായിച്ചപ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നി. കുറേ ലേയേഴ്സ് ഉണ്ട്, നമുക്കിത് ചെയ്യണം, ഇത് നന്നായിട്ട് തന്നെ ചെയ്യണം. അത് ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആകരുത്. കാരണം ബുക്ക് വായിച്ച പ്രേക്ഷകരുടെ അവരുടെ മനസ്സിലൊരു അജേഷുണ്ട്. അപ്പോൾ ഒരു ലിറ്ററേച്ചർ സിനിമയാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, ഭയങ്കര ഭാരമാണ്. അപ്പോൾ അത് എവിടെയെങ്കിലും അതൊന്ന് മോശമോ താഴോട്ടോ പോയി കഴിഞ്ഞാൽ അത് എല്ലാം ആ ഒരു റെസ്പോൺസിബിലിറ്റി മൊത്തം ചിലപ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് തന്നെയായിരിക്കും അതുണ്ടാവുക. അപ്പോൾ അത് കൃത്യമായിട്ട് എങ്ങനെയാണ് അത് നമുക്കതെങ്ങനെയാണ് മാനേജ് ചെയ്യാന്നുള്ളത് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ
അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് പുഷ് ചെയ്യുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊന്നും ചെയ്തിട്ടില്ല. ബേസിക്കലി ആ സമയത്ത് ഞാനത് ഭയങ്കര ഉള്ളിൽ നിന്ന് തന്നെയാണ് ഫീൽ ചെയ്തത്. ഓണസ്റ്റിയാണ് ബേസിക്കലി ഈ സിനിമേൻ്റെ കംപ്ലീറ്റ് ആയിട്ട്. ആക്ടർ എന്നുള്ള രീതിയിലും ഇതിൻ്റെ ഡയറക്ടറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഇന്ദുവൻ ചേട്ടനാണെങ്കിലും അപ്രോച്ച് ചെയ്തിരിക്കുന്നതൊക്കെ ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അവർക്ക് അറിയാവുന്നവരും അവരൊക്കെ തന്നെയാണ്, അവർ കണ്ടിട്ടുള്ള കഥകളും കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവിടെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് അഭിനയിക്കുക എന്നല്ലെങ്കിൽ വേറെന്തോ ഒരു മീറ്ററൊക്കെ പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ആ മൊമെൻറ്റിൽ ആ സിറ്റുവേഷൻ ഫീൽ ചെയ്യുക എന്ന് പറയുന്നതാണ്. ഫസ്റ്റ് നൈറ്റ് കാവലിരിക്കുന്ന സിറ്റുവേഷൻ, അതിന് അങ്ങനെ ഒരു അമ്മ കാവലിരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജെനുവിനായിട്ട് എന്താ വരിക എന്നുള്ളതാണെന്ന് ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ. അത് തന്നെയാണ് ത്രൂ ഔട്ട് ദ സിനിമ, അങ്ങനെ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ടെക്നിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആക്ടിങ് കോച്ചിങ്ങോ ട്രെയിനിങ്ങോ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. വെരി ജെനുവിനായിട്ട് ഉള്ളിൽ നിന്ന് അറിഞ്ഞ് തന്നെയാണ് ഫീൽ ചെയ്തിട്ട് തന്നെയാണ് എല്ലാ സീനും ഈ പറയുന്ന അമ്മയായിട്ടുള്ള ആ സീനാണെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള എല്ലാ സീനുകളും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ജെനുവിനിറ്റിയാണ് മൊത്തത്തിൽ എല്ലാം. ഇപ്പോൾ സാനു ചേട്ടനാണെങ്കിലും ഇതിൻ്റെ ക്യാമറാമാൻ, അദ്ദേഹവും ഭയങ്കര ട്രൂ ആർട്ടിസ്റ്റാണ്, ഒരു ജീനിയസ് ആണ് അദ്ദേഹവും ഈ പറയുന്ന ട്രൂ ആർട്ടിസ്റ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വേറെ ഗിമ്മിക്കുകൾക്കും കളറങ്ങളൊന്നും ഇല്ല. പുള്ളിയൊക്കെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഇൻസ്പിറേഷനാണ് ആർക്കാണെങ്കിലും. ആ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ നിൽക്കുക എന്നുള്ളതാണ്. രാത്രി പുള്ളിയെ പോലെ ഒരാൾ ഉറക്കമുളച്ച് ഇങ്ങനെ 5 മണിക്കൂറൊക്കെ ആയിരിക്കും ഒരു ദിവസം ഉറങ്ങുന്നുണ്ടാവുക ത്രൂ ഔട്ട് ദ ഷൂട്ട്. അപ്പോൾ അദ്ദേഹം നിൽക്കുന്ന രീതിയാണെങ്കിലും അതായത് ജെന്യുവിനായിട്ട് അപ്രോച്ച് ചെയ്യാണ് മൊത്തം. ഇതിന് ഒരു ജെന്യുവിനിറ്റി ഉണ്ട്, ക്യാരക്ടേഴ്സിന് ഒരു ജെന്യുവിനിറ്റി ഉണ്ട്, ഇമോഷൻസിന് ഒരു ജെന്യുവിനിറ്റി ഉണ്ട്. അതിൻ്റെ കൂടെ നിൽക്കുക. ജ്യോതിഷേട്ടനാണെങ്കിലും റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും അതിൻ്റേതായിട്ടുള്ള ജെന്യുവിനിറ്റി. അദ്ദേഹം കുറേ കാലമായിട്ട് സിനിമ ചെയ്യും. അപ്പോൾ എല്ലാ സീനുകളിലും എനിക്ക് വേറെ ഗിമ്മിക്കല്ല, ജെന്യുവിനിറ്റി തന്നെയാണ് ഈ സിനിമയുടെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാ ആക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു വിജയം എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ സജിന് മാത്രമായിരിക്കും ചിലപ്പോൾ എവിടെയോ ഒന്ന് വില്ലനിസം വില്ലനിസം കാണിക്കാൻ വേണ്ടിയിട്ട് വില്ലനിസം ഇച്ചിരി കാണിക്കേണ്ട വരുമായിരിക്കും മോർ ദാൻ ജെന്യുവിൻ ആയിട്ട്. കാരണം പുള്ളി അവിടെ അഭിനയിക്കേണ്ട വരുമല്ലോ. പുള്ളി ഡൊമസ്റ്റിക് ആയിട്ട് അബ്യൂസ് ചെയ്യുന്ന ഒരാളല്ലല്ലോ. ബാക്കിയുള്ള എല്ലാവർക്കും അത്ര റിയൽ ലൈഫിൽ ടെററല്ല സജിൻ. അപ്പോൾ സജിന് മാത്രമായിരിക്കും ചിലപ്പോൾ അഭിനയിക്കേണ്ട വന്നിട്ടുണ്ടാവുക. അല്ല, ഇതിൽ തന്നെ ഇപ്പം നമ്മുടെ അജേഷിന്റെ ക്യാരക്ടർ എടുക്കുമ്പോൾ തന്നെ ബേസിൽ മുമ്പ് ചെയ്തതിനേക്കാൾ ശാരീരിക അധ്വാനം കൂടി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഉറപ്പായ ആക്ടറുടെ മാനസിക അധ്വാനമുണ്ട്, പ്രിപ്പറേഷനുണ്ട്, ഈ കഥാപാത്രത്തെ ഉള്ളിലേക്ക് എടുത്ത് പെർഫോം ചെയ്യുന്നത്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ താറാക്കൂട്ടത്തിനിടയിൽ ഈ പറയുന്ന ഇത്രയും വലിയ ഫൈറ്റിനപ്പുറത്ത് അടുത്ത ദിവസം ചെറിയൊരു ഗ്യാപ്പിലായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇമോഷണൽ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഇപ്പം ഈ പറഞ്ഞ ആദ്യ സിനിമ മുതൽ ഞാൻ ഈ തുടക്കം മുതലേ ചെയ്ത ആക്ടറായി ചെയ്ത സിനിമകളുടെ ഒരു കംപ്ലീറ്റ് അതിൻ്റെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള റിസൾട്ട് ശരിക്കും ഇപ്പോൾ പെർഫോമൻസിൽ ഗുണം കിട്ടുന്നുണ്ടോ? കാരണം ഈ ഞാനെപ്പോഴും ചോദിക്കാനുള്ള ആളുകളോട്, നിങ്ങൾക്ക് ഒരു വലിയ ശാരീരികാധ്വാനമുള്ള 3 മണിക്കോ 4 മണിക്കോ തീർത്ത ഒരു ടേക്കിന് ശേഷം പിറ്റേ ദിവസം വന്നിട്ട് വളരെ ഫ്രഷായിട്ട് അഭിനയിക്കുക എന്നുള്ള, എല്ലാ ദിവസവും ഈ ക്യാരക്ടർ ഫ്രഷ് ആണല്ലോ. ഇന്നലെ ഞാൻ ഇത്തരം അങ്ങനെ ഒരു കണ്ടിന്യൂറ്റിയിലല്ലോ ഷൂട്ടും പോവുക. ചിലപ്പോൾ ഒരു വളരെ മുമ്പുള്ളൊരു സീനായിരിക്കും പെർഫോം ചെയ്യുന്നത്. ഈ പറഞ്ഞ തലേദിവസം ഉണ്ടായ അടിയുടെയോ സ്ക്രാച്ചിൻ്റെയോ പരിക്കിൻ്റെയോ ഒന്നും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാവങ്ങളിലോ ബോഡി ലാംഗ്വേജിൽ വരാൻ പാടില്ലല്ലോ. ശരിക്കും ഇതിനെ എങ്ങനെയാണ് ഈ സിനിമയുടെ കാര്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത്? അത് ടു ബി ഓണസ്റ്റ് ഭയങ്കര പാടാണ് ആക്ച്വലി. ഈ പറയുന്ന പോലെ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ലക്ഷറി എന്നൊക്കെ ഉള്ള രീതിയിലാണ് എല്ലാവരും അതിനെ കാണുക. ഇപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഭയങ്കര ഒരു ലക്ഷറി ഉണ്ടെന്നുള്ള രീതി തന്നെയാണല്ലോ. പക്ഷെ അങ്ങനെ അല്ലാതെ ഇത് ഈ പറയുന്ന പോലെ ഉറക്കമില്ലാതെയും രാത്രിയിലും പകലും ഒക്കെ നിന്ന് ഷൂട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ എന്നുള്ള രീതിയിലേക്കൊക്കെയാണ്. ബജറ്റൊക്കെ നമ്മൾ ആലോചിക്കണമല്ലോ, ആ സിനിമയുടെ ബജറ്റും അതിൻ്റെ സ്കെയിലൊക്കെ നമുക്ക് മാർക്കറ്റും വയബിലിറ്റിയും ഒക്കെ നമ്മൾ ആലോചിച്ചിട്ട് വേണമല്ലോ അതിൻ്റെ ചാർട്ടിങ് ഒക്കെ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ രാവിലെ 6 മണി വരെ ഫുൾ നൈറ്റ് ചേറിൽ മുങ്ങി നിന്ന് ഫുൾ ചെളിക്കകത്ത് നിന്നിട്ട് തണുപ്പത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചെളിയൊന്നും കഴുകി കളയാൻ വേണ്ടി തന്നെ ഒരു 2 മണിക്കൂർ എടുക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും 12 മണിക്ക് വന്ന് വീണ്ടും ഡേ സീൻസ് എടുത്ത് തുടങ്ങി, വീണ്ടും നൈറ്റ് ആകുമ്പോൾ വീണ്ടും ചെളിക്കകത്തേക്ക് ഇറങ്ങി. പിന്നെ ഇങ്ങനത്തെ പ്രോസസ്സുകളിലൊക്കെ ഇവിടെയൊക്കെ ഞാൻ മാത്രമല്ല എല്ലാ സിനിമയിലും ഇപ്പോൾ ടൊവിയൊക്കെ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അജയൻ്റെ 2ാം മോഷണത്തിനും മിന്നൽ മുരളിക്ക് ഉൾപ്പെടെ ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമ ആയതുകൊണ്ട് തന്നെ അതിലും അങ്ങനത്തെ സിറ്റുവേഷനിലൂടെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. എന്നാൽ പോലും ഇത് നമ്മുടെ ജോലി ഇതായതുകൊണ്ട് അത് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഈ പറയുന്ന പോലെ ഒരു 2 കാപ്പിയൊക്കെ കുടിച്ചിട്ടോ ഒന്നും മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി തിരിച്ചു വന്നിട്ട് ആ പറയുന്ന ആ മൂടിയായിട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ചിലപ്പോൾ വൈകുന്നേരം വന്ന് ചെയ്യേണ്ടത് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു കോമഡി സീനൊക്കെ ആയിരിക്കും. പക്ഷേ രാത്രി മൊത്തം ഉറങ്ങിയിട്ടില്ല, ഫുൾ പണിയെടുത്ത് മേലൊക്കെ വേദന എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഒട്ടും മൂടുണ്ടാവില്ല. ഈ പറയുന്ന പോലെ
ഭയങ്കര ദേഷ്യമൊക്കെ വരുന്ന പോലത്തെ സമയമൊക്കെ ആയിരിക്കും. പക്ഷെ ചെയ്യേണ്ടത് ഇങ്ങനത്തെ സീൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ടൊക്കെ നിന്നിട്ടൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവുന്ന ഒരു ഫേസ് ഒക്കെ തന്നെയാണ്. പിന്നെ മേ ബി മാർക്കറ്റും വയബിലിറ്റി ഒക്കെ ബെറ്റർ ആകുമ്പോൾ കുറച്ചുകൂടെ സ്ലീപ്പിംഗ് അവേഴ്സ് ഒക്കെ കിട്ടുന്ന ചാർട്ടിങ്ങിലേക്കൊക്കെ സിനിമകൾ വരുന്നു എന്നൊക്കെ പറയണ നൈറ്റ് ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നൈറ്റ് മാത്രമേ അടുത്ത നൈറ്റ് ഷൂട്ട് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്ന പൊസിഷനിലേക്കൊക്കെ എത്തുമ്പോഴാണ് അത്തരത്തിലുള്ള കുറച്ചുകൂടി റിലാക്സ്ഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും കുറച്ചുകൂടി 12 hour ഷെഡ്യൂൾ, വൈകിട്ട് 6 തൊട്ട് രാവിലെ 6 മണി വരെ. പിന്നെ പിറ്റേ ദിവസത്തെ ഷൂട്ട് വൈകിട്ട് 6 മണിക്കേ ഉള്ളൂ. അല്ലാതെ ഉച്ചയ്ക്ക് കഴിഞ്ഞ് വീണ്ടും 2 മണിക്ക് ഷൂട്ടിന് ഇറങ്ങേണ്ട കാര്യമില്ല എന്നൊക്കെ പറയണ പോലത്തെ ഒരു 18 hours ഒക്കെയാണ് വർക്കിംഗ് അവേഴ്സ് ഒക്കെ ആയിട്ട് വരിക ചില ദിവസങ്ങളിൽ. 15 to 18, ചില ദിവസം 24 hours ഷൂട്ട് ചെയ്യും. രാവിലെ 6 തൊട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണി വരെയുള്ള 24 hour ഷൂട്ടുണ്ട്. ചിലത് ആ വന്ന പോക്കിൽ എന്നാൽ പിന്നെ ഏർലി മോർണിംഗും കൂടെ എടുത്തിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് 9 മണി വരെ, രാവിലെ 9 മണി വരെ 27 മണിക്കൂറിൻ്റെ ഷൂട്ട് നടക്കാറുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഹെൽത്തൊക്കെ ഭയങ്കര ഒരു നമ്മളെന്താ പറയുക, അതിനെ കോംപ്രമൈസ് ചെയ്തിട്ട് തന്നെയാണ് ഇതൊക്കെ ഈ പറയുന്ന ചെയ്യുന്നതൊക്കെ. പക്ഷെ അതിന് പേ ഓഫ് ഉണ്ടാവുന്നതുകൊണ്ട് ഹാപ്പിയാണ്. അല്ല, ഈ ഹാപ്പിനെസ്സിലേക്ക് കണക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇപ്പം ഫിലിം മേക്കർ എന്ന ബേസിൽ ആഗ്രഹിച്ച ഒരു ഷോട്ട് അത് ഈ പറയുന്ന ആക്ടേഴ്സിൻ്റെ കൊളാബറേഷനിൽ കിട്ടുന്നു. ആ മൊമെൻറ്റിൽ ഒരു ഹൈ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഡിറ്റേബിളിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു സെക്കൻഡ് ഹൈ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ BG സംഗതി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തുമ്പോൾ ഹൈ ഉണ്ട്. ഇത് കഴിഞ്ഞ് തിയേറ്ററിൽ ഈ പറയുന്ന ഒരു വലിയ ക്രൗഡ് പുള്ളറായിട്ട് അവിടെ കിട്ടുന്ന കയ്യടിയിൽ ഹൈ ഉണ്ട്. ഈ മൾട്ടിപ്പിൾ സംഗതി ഉണ്ടല്ലോ. ഇതേപോലെ തന്നെ ആക്ടിങ്ങിൻ്റെ കാര്യത്തിലുണ്ടല്ലോ. ആക്ടിങ്ങിൽ ഈ ടേക്ക് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ ബേസിലിനോട് പറയുന്നത് അത് അവരെ ഹാപ്പി ആക്കുന്ന അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ കിട്ടുന്ന ഒരു ഹൈ കോ ആക്ടറിലും ഫിലിം മേക്കറിലൊക്കെ ഉണ്ട്. ഈ ഹൈ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞോ അത്യാവശ്യം ഈ അവിടെ മറ്റേ അങ്ങനെ അത് സ്വിച്ച് ചെയ്യാൻ പറ്റും? ഇപ്പം പൊന്മാൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് വെച്ചാൽ പൊന്മാനത്തിൽ ആ മറ്റേ ചളിക്കൂട്ടത്തിൽ നിങ്ങൾ തലയുമ്പോൾ ഇത് കുറച്ച് നേരത്തെ ഇവർക്ക് തീർക്കാൻ പറ്റുമോ എന്ന് പ്രേക്ഷകർ പോലും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും ഒരാൾ നിർത്തിയെങ്കിൽ എന്ന് പ്രേക്ഷകർക്ക് തോന്നാവുന്ന രൂപത്തിലാണല്ലോ ഈ ഇടി കൂടുന്നത്. എന്നാൽ ആ ക്യാരക്ടേഴ്സ് അതിൽ നിന്ന് വിട്ടുകൊടുക്കുക, പരസ്പരം അജേഷും വിട്ടുകൊടുക്കില്ല, മരിയോയും വിട്ടുകൊടുക്കില്ല എന്ന് നമുക്ക് അറിയും ചെയ്യാം റിയലി. പക്ഷെ നമ്മളിത് പെർഫോമൻസ് കൂടിയാണല്ലോ, ഇവരുടെ ചെളിയിൽ പോവില്ല, ഇവരുടെ കാഴ്ചയെ ബാധിക്കില്ല എന്നൊക്കെ പറയുന്ന ഇതിൽ റിസ്കി എലമെന്റ് കൂടിയാണല്ലോ അതിലുള്ളത്. അതെ, അല്ല ആ എനിക്ക് തോന്നുന്നു ആക്ടർ എന്നുള്ള രീതിയിൽ ആ ഹൈ ഒരിക്കലും തീരില്ല എന്ന് തോന്നുന്നു. ഈ പറയുന്ന ആ ഹൈ ഇവിടേക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട് ആക്ച്വലി. ഇപ്പോൾ ഡയറക്ടർ എന്നുള്ള രീതിയിൽ അതിന് വേറെ തന്നെ ഒരു ഹൈ ആണ്. പക്ഷേ ആക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ജയ ആണെങ്കിലും ഈ പറയുന്ന പോലെ സിനിമ ഇറങ്ങുന്ന ഓരോ പൊസിഷനിലും അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ പൊസിഷനിലും ഈ പറയുന്ന മറ്റേ ശാരീരിക അതെ അതും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇറങ്ങി, പക്ഷെ എന്നിട്ടും തിയേറ്റർ വിസിറ്റിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഫ്രണ്ട് റോ സീറ്റിൽ പോയിട്ട് ഇരുന്നിട്ട് ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യാതെ, ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിയാതെ ഞാനും ദർശനയൊക്കെ പോയിരുന്നു. നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ആ സിനിമ കാണുമ്പോഴും ആൾക്കാരുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒളിച്ച് നിന്ന് ബാക്കിലേക്ക് ഇങ്ങനെ നോക്കും. അവരുടെ റെസ്പോൺസ്, അവർ ചിരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ. നമ്മൾ ഈ സീറ്റിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ചാരി ഇരുന്നിട്ട് സീറ്റിൻ്റെ ഇടയിൽ കൂടെ ബാക്കിലുള്ള ആൾക്കാരെ നോക്കും. അപ്പോൾ അവരുടെ ചിരി, അങ്ങനെ നമ്മൾ തമാശ എന്ന് തോന്നുന്ന ആ സ്ഥലങ്ങളിലൊക്കെ അവർ ചിരിക്കുന്നു, കൈയടിക്കുന്നു എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളിലൊക്കെ കിട്ടുന്നത് ഭയങ്കര തന്നെ ഒരു ഹൈ തന്നെയാണ്. ആ ഹൈ ആണ് ആക്ച്വലി ഇവഞ്ച്വലി കിട്ടുന്ന ഹൈ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം എടുക്കുന്നത്. പൊന്മാനിലാണെങ്കിലും അവസാനം ഒരു പോയിന്റിൽ ഒരു ഡയലോഗിന് ആൾക്കാർ കൈയടിക്കുന്നത് എല്ലാ തിയേറ്ററിലും ആ കൈയടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മളും തിയേറ്റർ വിസിറ്റിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പോയിട്ട്, അപ്പോൾ ജയ പോലെ ഒരുപാട് റെസ്പോൺസീവ് ആയിട്ടുള്ള സിനിമയല്ല പൊന്മാൻ. ജയക്ക് ചിരി നമുക്ക് കേൾക്കാം, കോമഡി ആയതുകൊണ്ട് എപ്പോഴും അതുണ്ട്. അവസാനം സിനിമ തീരുമ്പോൾ ആൾക്കാർ അതിനനുസരിച്ചിട്ടുള്ള ഫീഡ്ബാക്സ് തരും. പൊന്മാനിൽ പക്ഷേ ഈ പറയുന്ന പോലെ അവസാനം ആ പോയിന്റിൽ ഒരു 2-3 പോയിന്റ്സ് ഉണ്ട്, അവിടെയാണ് കയ്യടി വരേണ്ടത്. അപ്പോൾ അതുവരെ ആൾക്കാർ റെസ്പോൺസീവ് അല്ല, ആൾക്കാരെന്താണ് സീരിയസ് ആയിട്ടിരിക്കുന്നത്, ആൾക്കാർ അപ്പോൾ ആ പോയിന്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അവിടെ കൈ അടിച്ചെങ്കിൽ ആ 2 മണിക്കൂർ ആൾക്കാർ അവിടെ അത്രയും ഗുഡായിട്ടാണ് സിനിമയ്ക്ക് വേണ്ടി കണ്ടിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഫീഡ്ബാക്ക്. അപ്പോൾ ജയ പോലെ ഇൻസ്റ്റന്റ് കിട്ടില്ലെങ്കിൽ പോലും പൊന്മാനിൽ അത് അവസാനത്തെ പോയിന്റിൽ അത് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഹൈ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സ്റ്റോറി ടെല്ലർ അല്ലെങ്കിൽ ഒരു എൻ്റർടൈനർ അല്ലെങ്കിൽ ഒരു പെർഫോമർ എന്നൊക്കെ ഉള്ള രീതിയിൽ ഡയറക്ടറാണെങ്കിലും ആക്ടറാണെങ്കിലും ഇതിൻ്റെ ഓരോ സ്റ്റേജിലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഹൈ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഈ പറയുന്ന പോലെ പുറത്തുനിന്നുള്ള ലക്ഷറീൻ്റെ ഒക്കെ അപ്പുറത്തേക്കുള്ള പല രീതിയിലുള്ള സ്ട്രെസ്സുകളും, ഈ പറയുന്ന ഉറക്കം, ഇതൊക്കെ കോംപ്രമൈസ്ഡ് ആവുന്ന സാഹചര്യങ്ങൾ, നന്നായിട്ട് ഭക്ഷണം എന്നൊക്കെ പറയണ പല രീതിയിലുള്ള കോംപ്രമൈസസ് ഉണ്ടാവാറുണ്ട്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇതിൽ നമ്മൾ എത്രയും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നതും എത്രയും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നതും ഇതിനു വേണ്ടി തന്നെ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും തീർച്ചയായിട്ടും ഈ ഹൈ കൊണ്ടൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു വലിയ ഫിലിം മേക്കറാണ് മിയാസാക്കി, ഹയായോ മിയാസാക്കി. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇതാണ്, സിനിമ എന്ന് പറയുന്നത് ടോർച്ചറാണ്, ഇറ്റ്സ് എക്സ്ട്രീം ടോർച്ചർ എന്ന് തന്നെയാണ് പുള്ളി പറയുന്നത്. പക്ഷേ എന്നാൽ പോലും നമ്മളിത് വീണ്ടും ചെയ്യും.
ആ ടോർച്ചറിന് വേണ്ടിയിട്ട്, പക്ഷെ അതിൻ്റെ അന്ന് കിട്ടുന്ന ആ ഒരു ഹൈക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ടോർച്ചറിലൂടെ വീണ്ടും കടന്നു പോകാൻ എല്ലാ ഫിലിം മേക്കറും എത്ര വയസ്സായാലും 80 വയസ്സായാലും 90 വയസ്സായാലും അത് വീണ്ടും ആ ടോർച്ചർ അവർക്ക് ഒരു ഹൈ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ പോലെ ഒരു ലെജൻഡറി ഫിലിം മേക്കർ അങ്ങനത്തെ ടോർച്ചറിലൂടെ കടന്നു പോകേണ്ട കാര്യമില്ല. ബാക്കി എല്ലാ രീതിയിലും ഫിനാൻഷ്യലിയും ഒക്കെ സ്റ്റേബിളായിട്ടൊക്കെ, അപ്പോൾ പൈസയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കിട്ടുന്ന വേറെ ലക്ഷറീസ് ഒന്നുമല്ല, ആ ടോർച്ചറിൻ്റെ ഒരു ഹൈ ഉണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രൈമറി ഹൈ എന്ന് എനിക്ക് തോന്നുന്നു. ഈ സിനിമയിൽ തന്നെ ഇപ്പം അജേഷ് മദ്യപിച്ച് കഴിഞ്ഞിട്ടുള്ള അജേഷിൻ്റെ ഒരു ഡയലോഗ് പെർഫോമൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി എനിക്ക് തോന്നുന്നത് പിന്നെ ഈ പറഞ്ഞ പുള്ളിയുടെ ശരീരഭാഷയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ കരുത്തിൻ്റെ കാര്യത്തിലോ പുള്ളിയുടെ എനിക്ക് തോന്നുന്നത് കോൺഫിഡൻസ് ഏറ്റവും കൂടുതൽ പുറത്ത് വരുന്നത് ഈ പുള്ളിയുടെ മറ്റേ നാക്ക് ബലത്തിലാണല്ലോ. അപ്പോൾ ഈ നമ്മൾ നേരത്തെ ജോയ്മോൻ മദ്യപിച്ചിട്ടുള്ള ഒരു സോളോ പെർഫോമൻസ് കണ്ടിട്ടുണ്ട് അവിടെയുള്ളത്, പിന്നെ നാട്ടിലെത്തിക്കിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം ഒരു കുറച്ചുകൂടി ഒരു കാരിക്കേച്ചർ അല്ലെങ്കിൽ കോമിക്കലാണ്. പൊതുവേ ബേസിൽ മദ്യപിച്ചതിന് ശേഷമുള്ള ക്യാരക്ടർ വരുന്ന സമയത്തൊക്കെ കുറച്ചുകൂടി ഒരു കോമിക് ആക്ട് പോലുള്ളൊരു സംഗതിയുണ്ട്. ഇതിലങ്ങനെയല്ല. ഇപ്പം അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആർക്കിൽ തന്നെയാണ് ത്രൂ ഔട്ടുള്ളത്. ചിലപ്പോൾ അത് പുള്ളി അടിച്ച് ഓഫായ മൊമെൻറ്റിലൊക്കെ ആയിരിക്കണം. അത് പല വേരിയേഷനിലാണല്ലോ കാണിക്കേണ്ടത്. ഈ പെർഫോമർ എന്നുള്ള രീതിയിൽ പൊതുവെ ആളുകൾ പറയാറുണ്ട് ഈ മദ്യപിച്ച റോളുകളിലാണ് ആക്ടർ പിടിക്കപ്പെടുക ചിലപ്പോൾ, അല്ലെങ്കിൽ ഈ പൊട്ടിക്കരിയുമ്പോഴോ അല്ലെങ്കിൽ കരച്ചിൽ സീനിൽ വരുമ്പോൾ പെട്ടെന്ന് എക്സ്പോസ്ഡ് ആവും അയാളുടെ പെർഫോമൻസിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടെന്ന്. ഇതിൽ അങ്ങനെ പല വേരിയേഷൻസ് ഉണ്ടല്ലോ. നമ്മൾ ബച്ചുവിനെയൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഇടയ്ക്കിടെ, അതായത് അജേഷിന് എപ്പോഴും ഈ പറയുന്ന കംഫർട്ട് സോൺ എന്ന് പറയുന്നത് കുപ്പി കയ്യിൽ കിട്ടുക എന്നുള്ളത്, പെട്ടെന്ന് അങ്ങോട്ട് പോകുന്ന ഒരാളാണല്ലോ. ആ ഏരിയാസ് അത് വെച്ചാൽ അത് ഭയങ്കര പെർഫെക്റ്റായി വന്നൊരു സാധനമാണ്. അവിടെയാണ് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഏരിയ അതാണ്. അജേഷ് അങ്ങനെ തന്നെ ഒരു സിഗ്നേച്ചറായിട്ട് പെർഫോം ചെയ്തു. എന്ന് വെച്ചാൽ ബേസിലിന് ഒരുപക്ഷെ ബേസിലിൻ്റെ പല സിനിമകളിലായ ലിമിറ്റേഷൻ എന്ന് പറയുന്ന ബേസിലിൻ്റെ ഓൺ മാനറിസത്തെ ബേസിൽ അതിജീവിച്ച് ത്രൂ ഔട്ട് ചെയ്തൊരു ക്യാരക്ടർ. അതുകൊണ്ടാണ് ഒരുപക്ഷെ പെർഫോമൻസിൽ ഇതുവരെയുള്ളതിൽ ബെസ്റ്റ് എന്നൊക്കെയുള്ളൊരു അപ്രീസിയേഷൻ വേറെ തന്നെ ലഭിക്കുന്നതും. എങ്ങനെയാണ് ഇപ്പം ഞാനൊരു കുടിയൻ ക്യാരക്ടറിൽ ഭയങ്കര റെഫറൽ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അവിടെ ഇപ്പോൾ ഒരു ഓൺ വേർഷൻ സെറ്റ് ചെയ്യാന്ന് പറയുന്ന സംഗതിയാണല്ലോ. അല്ല, മുമ്പത്തെ കുടിക്കുന്ന സീനുകളിലൊക്കെ അതിൻ്റെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്ന ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ജാനേമനിലാണെങ്കിലും ആൾക്കാരെ ചിരിപ്പിക്കുക, ഗുരുവായൂർ അമ്പലനടയിലുമായിട്ടും ആണെങ്കിലും അളിയനുമായിട്ടുള്ള ഫോണിലൂടെ കണ്ടുപിടിച്ചുകൊണ്ടുള്ള സീനുണ്ട്. അവിടെയും ചിരിപ്പിക്കുക, ബോഡി ലാംഗ്വേജിലൂടെയൊക്കെ ആ കള്ളു കുടിച്ചിട്ടിരിക്കുന്ന മാനർസത്തിൽ ഒരു കോമഡി ഉണ്ടല്ലോ, അതിലൂടെ ആൾക്കാരെ ചിരിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇവിടെ പ്ലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പ്ലോട്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടുത്തെ ഡ്രാമ അവിടെ മെയിൻറ്റൈൻഡ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേതിൽ ഹ്യൂമറിലൂടെയാണ് പ്ലോട്ട് മൂവ് ചെയ്യുന്നത്. ഗുരുവായൂർ അമ്പലനടയിലാണെങ്കിൽ അവർ തമ്മിലുള്ള കള്ളുകൂടിയുടെ ഇടയിലൊക്കെ കൂടെ ഒക്കെ തന്നെ പ്ലോട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇവിടെ അതിൻ്റെതായിട്ടുള്ള മരിയാനവൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ അതിൻ്റെതായിട്ടുള്ള, പിന്നെ അജേഷിന്റെ ബ്രീഫിങ്ങിലൊക്കെ ആ ഡയലോഗ്സിലൊക്കെ ഉണ്ട്, കഴുത്തിന്റെ മേലെ അജേഷിന് ഫിറ്റ് ആവത്തില്ല. അതെ, അത് ആ ബ്രീഫിങ് എപ്പോഴും അതിന്റെ. അപ്പോൾ ഒരു പോയിന്റിന്റെ അപ്പുറത്തോട്ട് അയാൾക്ക് ഇപ്പോൾ തലേദിവസം കല്യാണത്തിന് ഇത് സ്വർണം കൊടുത്തിട്ട് നിൽക്കുമ്പോഴാണെങ്കിലും എൻ്റെ മുതല് കൈമറിഞ്ഞ് നിൽക്കുവാണ്. അജേഷ് കള്ളുപിടിച്ച് ചാവത്തൊന്നുമില്ല, അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ല. അജേഷ് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും, അടിക്കും, രാവിലെ അണ്ടർവെയർ ഒക്കെ ഇട്ടോട്ട് ഓടും. പക്ഷെ കൃത്യസമയത്ത് അജേഷ് എണീക്കും. അജേഷ് എണീറ്റിട്ട് അജേഷിന്റെ ജോലിയും അയാളുടെ മുതലും അതിന് എത്രമാത്രം സ്റ്റേക്സ് ഉണ്ടെന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ പിന്നീട് അങ്ങോട്ട് മെല്ലെ മെല്ലെ മനസ്സിലാവും. അപ്പം ഈ ബ്രീഫിങ് ഉള്ളതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പ്രൈം മോട്ടീവ് കോമഡി അല്ലാത്തത് കൊണ്ടും ആള് ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണെന്നുള്ളൊരു ബ്രീഫിംഗ് ഉള്ളത് കൊണ്ടാണ് അതിനെ വേറൊരു രീതിയിൽ ഈ പറയുന്ന പോലെ കള്ളുകൂടി എന്ന് പറയുന്നത് ഒരു ഇച്ചിരി വേറെ രീതിയിൽ ചലഞ്ചിങ് തന്നെയാണ്. നമുക്ക് കള്ളു കുടിച്ച പോലെ ഫീൽ ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫറൻസ് ആ ബേസിക് കഥയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ക്യാരക്ടർ. ഞാൻ എപ്പോഴും ചോദിക്കുന്നത് ഒരു ബ്രീഫ് ഉണ്ട്, അതായത് ഒരു പെർഫെക്റ്റ് ബ്രീഫ് കിട്ടിയിട്ടുണ്ടാവും. ബേസിലെ ഫിലിം മേക്കറും ആക്ടറും അത് ഒരുപോലെ അകത്തേക്ക് എടുത്തിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഈ വേരിയേഷൻസ് ഉണ്ടല്ലോ. നമ്മൾ ആദ്യം ആ വീട്ടിൽ ഇവരോട് പരിചയം, അതായത് വെള്ളടിച്ച് തന്നെയാണ് പുള്ളി പരിചയപ്പെടുന്നത്. ആ പരിചയപ്പെട്ട് പുള്ളിക്കുള്ള അറിവുകൾ കൊല്ലത്തെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും സ്ത്രീധനത്തെക്കുറിച്ചും പറയുന്നതിൽ നിന്ന് മാറി പിന്നെ പുള്ളിയുടെ ഒരു പേഴ്സണൽ ഫൈറ്റ് ആണല്ലോ. അജേഷിൻ്റെ ലോകത്ത് അജേഷേ ഉള്ളൂ, ബാക്കി എല്ലാവരും എതിർവശത്താണ്. അവിടെയൊക്കെ വരുന്ന സമയത്തും ഇത് പല ഇമോഷണൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് പല സമയത്താണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ എങ്ങനെ പേഴ്സണലി അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ബേസിൽ അതിൽ കാണുന്നൊരു മാനദണ്ഡം? ഇതെങ്ങനെ ചെയ്യാം, ഈ സീൻ ഇങ്ങനെ ചെയ്യാം എന്നുള്ളതിൽ ഒരു അത് ഞാനൊരു തോട്ട് പ്രോസസ്സിന്റെ തുടർച്ചയിൽ ചെയ്യുവാണ് ചെയ്യുന്നത്. എന്താ അതിലൊരു ഈ സിനിമയിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബുക്ക് ഞാൻ കുറേ തവണ വായിച്ചു. ഈ പറയുന്ന ഒരുപാട് തവണ വായിച്ചായിരുന്നു. കാരണം ബുക്ക് അത്ര എക്സൈറ്റ് ചെയ്യിപ്പിച്ചായിരുന്നു.
പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിലൊക്കെ പലതവണ ഈ ബുക്കിൽ നിന്ന് നമുക്ക് ഈ സോള് പോവാതിരിക്കാനുള്ള ഡിസ്കഷൻസ് പലതവണ ഉണ്ടായിട്ടുണ്ട്. കാരണം ബുക്ക് സിനിമയാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചോർച്ച ഉണ്ടാകാറുണ്ട് പലപ്പോഴും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ആ രീതിയിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ജ്യോതിഷേട്ടനുമായിട്ട്. പിന്നെ ജസ്റ്റിൻ ഉണ്ട് ഇതിൻ്റെ ഇന്ദുവൻ ചേട്ടനും ജസ്റ്റിനും കൂടെയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തത്. ജ്യോതിഷേട്ടനും ഉണ്ട്. അപ്പോൾ പല തവണകളായിട്ട് ഈ ബുക്കും ഈ സ്ക്രിപ്റ്റുമായിട്ടും അതിൻ്റെ അകത്ത് ടു മച്ച് ഓഫ് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. മുമ്പുണ്ടായിരുന്ന സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുള്ളതിനേക്കാളും ഒക്കെ ഈ ബുക്കുമായിട്ട് ഇൻവോൾവ്മെൻറ്റ്, ആ ക്യാരക്ടറുമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഇതിൻ്റെ എൻറ്റയർ പ്രോസസ്സിൽ കുറച്ചധികം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ആ ക്യാരക്ടറിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു എല്ലാം അയാൾ ഓരോ പറയുന്ന ഡയലോഗുകൾ പോലും സ്ക്രിപ്റ്റ് വായിക്കാതെ തന്നെ നമുക്ക് ചെയ്യുമ്പോൾ അറിയാം എന്ന് പറയുന്ന പോലത്തെ ഒരു പോയിന്റിലായിരുന്നു. അയാൾ ആ പറഞ്ഞ ഇപ്പോൾ ഒരു ഡയലോഗ് സ്ക്രിപ്റ്റിൽ കണ്ടില്ലെങ്കിൽ ബുക്കിൽ അതുണ്ടായിരുന്നല്ലോ, അതവിടെ പോയി അതെങ്ങനെ ശരി. അപ്പം നമുക്ക് അത്രയും ഓർമ്മ വെക്കുന്ന പോലെ ബുക്ക് ഒരു ബൈബിൾ പോലെ കൊണ്ടു നടന്നായിരുന്നു 4-5 ചെറുപ്പക്കാരെന്ന് പറയുന്ന ബുക്കിൻ്റെ സോള് പോവാതെ എങ്ങനെ ഇത് സിനിമ എല്ലൊക്കെ എത്തിക്കുക എന്നുള്ള രീതി തന്നെയായിരുന്നു. ക്യാരവാനിൽ എപ്പോഴും ബുക്ക് ഉണ്ടാവുമായിരുന്നു, ബാഗിൽ എപ്പോഴും ബുക്ക് കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ആ എൻറ്റയർ പ്രോസസ്സിൽ ബുക്കുമായിട്ടുള്ള ചർച്ചകൾ, ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ട്. അത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന പോലെ ആ ക്യാരക്ടറിൻ്റെ നമ്മൾ എന്തൊക്കെ ഷൂട്ട് കഴിഞ്ഞ് വന്നാലും ആ സിറ്റുവേഷനിൽ ഈ ക്യാരക്ടറിന് എന്താണ് ചെയ്യേണ്ടത്, ക്യാരക്ടറിൻ്റെ എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യത്തിൽ കുറേ കൂടെ ഓഫ് കോഴ്സ് ജ്യോതിഷേട്ടൻ്റേതായിട്ടുള്ള ഇൻപുട്സ് ഉണ്ട്. ജ്യോതിഷേട്ടൻ എപ്പോഴും ലൈഫ് വേണം, ഈ സിനിമയ്ക്ക് ആ ലൈഫുണ്ട്, ജ്യോതിഷേട്ടൻ്റെ പേഴ്സണൽ സ്റ്റോറിയും കൂടാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ഫീഡ്ബാക്സ് ഉണ്ട് എപ്പോഴും. ഈ പറയുന്ന അദ്ദേഹം പേഴ്സണൽ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിന് ഈ 4-5 ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരൻ ജ്യോതിഷേട്ടനാണ്. അപ്പോൾ ജ്യോതിഷേട്ടൻ ആ സെറ്റിങ്ങും ആ ക്യാരക്ടേഴ്സും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ സംസാര ശൈലിയും അവിടുത്തെ ആ വേൾഡും എല്ലാത്തിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ഇപ്പോൾ ജ്യോതിഷേട്ടൻ്റെ ഫീഡ്ബാക്സും ഉണ്ട്. അല്ലാതെ ഈ പറയുന്ന ആ ബുക്കുമായിട്ടുള്ള ഒരു സഞ്ചാരം, ഇന്ദുവൻ ചേട്ടനുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണെന്ന് തോന്നുന്നു ആ ബുക്ക് ഒരുപാട് തവണ ആ ബുക്ക് വായിച്ചതിൻ്റെ തന്നെയാണ് ആയിരിക്കാം എന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അത് തന്നെയായിരിക്കും തോന്നുന്നു. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, മിന്നൽ മുരളി കഴിഞ്ഞ സമയത്ത് മിന്നൽ മുരളി എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ ഇനി തിയേറ്ററിലേക്ക് വിടാൻ പോകുകയാണോ, ഞാൻ അയാളെ വിട്ടൊഴിയുന്ന ദിവസം ബേസിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ചതിനെ കുറിച്ചൊക്കെ ടോബിയൊക്കെ പറയാനുണ്ട്. പക്ഷേ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബേസിൽ അവിടെ ഒരു എന്താ പറയുക ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. മ്യൂസിക്കിൽ എങ്ങനെയാണെങ്കിലും അങ്ങനെ ഒരു വളരെ റിലാക്സ്ഡായ ആംബിയൻസ്, ഒരു ഭയങ്കരമായ ഒരു സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടരുത്. പല സിനിമയുടെയും കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മൂഡ് ഉണ്ടാവില്ല. നിങ്ങൾ പോകുന്ന ഓരോ ഫിലിം മേക്കർക്കും ഓരോ രീതിയായിരിക്കാം. ചിലപ്പോൾ അവിടെയുള്ള ചുറ്റുവട്ടത്തെ പ്രശ്നങ്ങൾ അവിടെ കണക്ട് ചെയ്യാം, ഫിലിം പ്രൊഡക്ഷൻ ആയിട്ടുള്ള സാധനം. ഇതിനിടയിലാണല്ലോ ഈ ക്യാരക്ടറുമായിട്ട് നിങ്ങളുടെ ട്രാവൽ ചെയ്യേണ്ടത്. അപ്പോൾ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ബേസിൽ ഈ രീതിയിലുള്ളൊരു സെൻ കൈൻഡ് ഓഫ് ഇത്ര ഒരു മെഡിറ്റേഷൻ മൂഡ് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ. വളരെ ശാന്തസുന്ദരമായിട്ട് പോകണം. പക്ഷെ അഭിനയിക്കാൻ പോകുമ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ആവണമെന്നില്ലല്ലോ. ഓരോ സെറ്റും ഓരോ പോലെയാണ്, ഓരോ ഫിലിം മേക്കറും ഒരേ പോലെയാണ്. അവിടെ നിന്നൊരു ശാന്തതയിൽ നിന്ന് ഈ ക്യാരക്ടറിലേക്ക് പോകണമല്ലോ ഓരോ ക്യാരക്ടറും ചെയ്യുന്ന സമയത്ത്. അത് എത്രത്തോളം ഈസിയാണ്? ഇല്ല, ചില സിനിമകൾക്ക് അത് ഭയങ്കര വർക്കാവും. ഇപ്പോൾ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ലൊക്കേഷനിൽ ഭയങ്കര അലമ്പായിരുന്നു. നസ്രിയയും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഓളമായിരുന്നു. മൊത്തത്തിൽ നമ്മൾ ഷോർട്ട് ആക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ മാത്രമേ നമ്മൾ മിണ്ടാതിരിക്കുകയുള്ളൂ. ആക്ഷൻ പറയണതിന് തൊട്ട് മുമ്പ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിന് വേറൊരു രസമായിരുന്നു. പക്ഷെ അത് സിനിമയിൽ നമുക്കത് അങ്ങനെ തോന്നില്ല. ക്യാരക്ടർ ഒരു ടെംപ്ലേറ്റ് ഡ്രിവൺ ക്യാരക്ടറാണ് ബേസിക്കലി. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു പക്ഷെ പൊന്മാനിലേക്ക് വരുമ്പോൾ മേ ബി സെറ്റ് കുറച്ചുകൂടെ സീരിയസ് ആയിരുന്നു. ഭയങ്കര സീരിയസ് സെറ്റായിരുന്നു. ജ്യോതിഷേട്ടനാണെങ്കിലും ഇതിൻ്റെ ഒരു ടെൻഷനും പ്രഷറൊക്കെ ആയിട്ട് ഇത് കറക്റ്റായിട്ട് എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. സാനു ചേട്ടനാണെങ്കിലും വേറെ രീതിയിൽ സീരിയസ് ആയിട്ട് തന്നെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ദുവൻ ചേട്ടനാണെങ്കിലും അങ്ങനെ ആ ലൊക്കേഷനിൽ അങ്ങനെ ഭയങ്കര അങ്ങനത്തെ ഒരു ഫണ്ണല്ല. പക്ഷേ അത് ഈ സിനിമയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ അതിൻ്റെ സീരിയസ്നെസ് ആയിട്ട് തന്നെയാണ് ഈ സിനിമ സമീപിക്കേണ്ടതും അതിൻ്റെ ഡ്രാമയ്ക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള വെയിറ്റേജ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിനത് ഗുണം ചെയ്തിട്ടുണ്ട്. ചില സിനിമകൾക്ക് അത് വേറെ രീതിയിൽ ഗുണം ചെയ്യും. ജാനേമനൊക്കെ ചെയ്യുമ്പോഴൊക്കെ ആ ഒരു രീതിയിൽ നമ്മൾ ഭയങ്കര ഓളമായിരുന്നു മൊത്തം സെറ്റ്. ഗുരുവായൂരമ്പല നടയിലാണെങ്കിലും ജയജയൊക്കെ ഒന്നും പറയണ്ട. ജയജയൊക്കെ കാരണം നമുക്ക് ഈ പ്രൈമറി ഇന്റൻഷൻ ചിരിപ്പിക്കുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ മൂഡിൽ തന്നെ അല്ലേ ടോട്ടൽ ആംബിയൻസ് അങ്ങനെ തന്നെ. അപ്പോൾ അതിനനുസരിച്ച് ആ സിനിമയുടെ കളറിനും ആ ഹ്യൂമർ വരും. നമുക്ക് ഇംപ്രോവൈസേഷൻസും ബാക്കി എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ലൊക്കേഷൻ അങ്ങനെ ഫുൾ ഓൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ പറയുന്നത് നമുക്ക് ഈ സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നടി എന്നൊക്കെ പറയുന്ന സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ ചിരി വരുന്നുണ്ട്. ഇത് ആൾക്കാരെ അത് ഇവൻച്വലി ഓഡിയൻസിനെ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള സീനാണ്. അല്ലാതെ ഒരു
ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു അബ്യൂസർ നിന്ന് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ആ സീനിൽ സംസാരിക്കേണ്ടത്. മൊത്തത്തിൽ ആൾക്കാരെ ചിരിപ്പിക്കണം, ചിരിപ്പിക്കുന്ന ഒരു അബ്യൂസർ, ഫണ്ണും കൂടി ക്രിയേറ്റ് ചെയ്യുന്ന ചിരിപ്പിക്കുന്ന ഒരു അബ്യൂസർ. അപ്പൊ ഉള്ളിൽ ചിരിയുണ്ട്, ആ ചിരി ദർശനയ്ക്ക് മനസ്സിലാവും. അപ്പൊ ദർശന ചിരിക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ പ്രത്യക്ഷത്തിൽ ചിരിച്ചില്ലെങ്കിൽ പോലും എന്റെ കണ്ണിലെ ചിരി ദർശനയ്ക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ അതിന് എത്രയോ ടേക്കുകൾ പലതവണ ആ സീനൊക്കെ എടുക്കുമ്പോൾ പോയിട്ടുണ്ട്. അങ്ങനത്തെ രീതിയിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമകളുണ്ട്. എന്നാ സമയം കഠിന കടവരമി അണ്ടകടാകം ചെയ്യുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ആ ലൊക്കേഷൻ. കാരണം അച്ഛൻ മരിച്ചു നിൽക്കുന്ന ട്രോമയാണ്. അപ്പൊ അത് ട്രോമയായിട്ട് തന്നെയാണ് എൻറ്റയർലി സിനിമയുടെ പ്രോസസ്സ്. ചില സിനിമകൾക്ക് അപ്പോൾ ആ പ്രോസസ്സിൽ ഭയങ്കരമായിട്ട് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ പൊന്മാനിലേക്കും ആ അഡ്വാൻറ്റേജ് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര പേഴ്സണലുമാണ് പൊന്മാൻ എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ ഒരു ത്രൂ ഔട്ട്, അതിൻ്റെ ഒരു എൻറ്റയർ ജേണി, നമ്മൾ എല്ലാ പ്രോസസ്സിലും നമുക്ക് അതിൻ്റെ ഒരു വലിപ്പം വെക്കുന്നത്, ആ സിനിമ വലുതാവുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പൊന്മാൻ. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര പേഴ്സണലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ക്യാരക്ടറും അതെ, അതിൻ്റെ ഒരു എൻറ്റയർ പ്രോസസ്സും അതെ, എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് പൊന്മാൻ. അത് പറഞ്ഞുകൊണ്ട് പറയും, ഇപ്പം അജേഷ് എന്ന് പറഞ്ഞ ഒരാൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരാളുടെ അഡാപ്റ്റഡ് വേർഷൻ ആണല്ലോ അജേഷ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരാളുണ്ടായിരുന്നു നിങ്ങൾ സഞ്ചരിച്ച ദൂരങ്ങളിൽ, സ്ഥലങ്ങളിൽ കഥാപാത്രമായി ചെയ്യുമ്പോൾ ഇതിൻ്റെ പരിസരങ്ങളിൽ എവിടെയോ മുമ്പ് കാലത്ത് ജീവിച്ചിരുന്ന അവിടെയൊക്കെ ഏതാണ്ട് ഇതേപടി പെരുമാറിയിരുന്ന ഇടപെട്ടിരുന്ന ഒരാളാണല്ലോ. അങ്ങനെ ഒരാളെയാണ് ചെയ്തത്. മുമ്പ് അങ്ങനെ അത്രയും അഡാപ്റ്റേഷൻ സ്വഭാവം ആരും ചെയ്തിട്ടില്ല ബേസിൽ. ആദ്യത്തെ സമയം ആ ക്യാരക്ടറിലേക്ക് കയറുന്ന ഒരു ദിവസവും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു ദിവസം ഉണ്ടല്ലോ, ഈ പാക്കപ്പ് പറഞ്ഞ് ബേസിലിൻ്റെ കൂടെ ആളില്ല എന്നുള്ളത്. അത് ഏതെങ്കിലും തരത്തിലൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സാധനമാണോ ആക്ടർ എന്നുള്ളത്? എൻറ്റയർ പ്രോസസ്സിൻ്റെ സമയത്ത് അജേഷ് എനിക്ക് ഭയങ്കര പേഴ്സണലായിരുന്നു, അതിലൊരു സംശയമില്ല. ഈ പറയുന്ന ലൊക്കേഷനിൽ അജേഷിൻ്റെ ഈ പറയുന്ന മോണോലോഗ്സും ആ ലോഡ്ജിലെ മോണോലോഗും ഒക്കെ ഭയങ്കര പേഴ്സണലായിരുന്നു. അത് എനിക്ക് ചെയ്യണം. കാരണം നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഒരു ബുക്കാണ്, നോവലാണ് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നത്, ആൾക്കാർക്കൊരു എക്സ്പെക്റ്റേഷനും ഉണ്ട്. ഫഹദിനെ പോലത്തെ ഒരു ആക്ടറിന് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അവിടെ നിന്നാണ് അവരുടെ ആലോചന തുടങ്ങുന്നത്. അപ്പം അങ്ങനത്തെ നിൽക്കുന്ന ഇത് ഒരിക്കലും എനിക്ക് ആരെയും എന്നെ തന്നെ ഞാൻ ഡിസപ്പോയിന്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രൈമറി കൺസേൺ. അപ്പോൾ പിന്നെയാണ് ഇവരെയൊക്കെ ഡിസപ്പോയിന്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്, എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ആ ബേർഡൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് അത്രയും പേഴ്സണലായിട്ടാണ് ഞാൻ അതിന് ഈ പറയുന്ന എല്ലാ രീതിയിലും അതിനെടുത്തത്, ആ ക്യാരക്ടറിനെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സീനുകൾക്കും ആ ബേർഡൻ പേറിക്കൊണ്ട് തന്നെ, എന്നാൽ അതിന് മാക്സിമം ഉള്ളിൽ നിന്ന് തന്നെയാണ് ഫീൽ ചെയ്തിട്ട് തന്നെയാണ് എല്ലാ സീനുകളും ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പോരാൻ നേരത്ത് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു നമുക്ക് എന്താ പറയുക, ആ ക്യാരക്ടർ പിന്നെയും കുറച്ച് ദിവസം എന്നെ ഹോണ്ട് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. ആ ഷൂട്ട് പാക്കപ്പ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ ടൈം ലൈനുകളുടെയൊക്കെ ഷെഡ്യൂളുകളുടെയൊക്കെ പ്രശ്നം കൊണ്ടായിരിക്കാം ഇമ്മീഡിയറ്റ്ലി എനിക്ക് അടുത്ത ജോലിയിലേക്ക് പോകേണ്ട, വേറൊരു രീതിയിലേക്ക് പ്രയോറിറ്റി ഫോക്കസ് ചെയ്യേണ്ട പോലത്തെ സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു സ്ക്രിപ്റ്റ് നരേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വേറെ തന്നെ സ്ക്രിപ്റ്റിലേക്ക് നേരെ ഇത് ബാക്കപ്പ് കഴിഞ്ഞാൽ അന്ന് തന്നെ പെട്ടെന്ന് തന്നെ അടുത്തയിലേക്ക് കയറേണ്ട പോലത്തെ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ ചിലപ്പോൾ ആ ക്യാരക്ടറൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ എവിടെയെങ്കിലൊക്കെ പോയി റിലാക്സ് ചെയ്ത് ഒരാഴ്ചയൊക്കെ ബ്രേക്ക് എടുത്തിട്ടൊക്കെ ഉള്ള സാഹചര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഹോണ്ടിങ് ഒക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻറ്റയർലി വെരി ഓണസ്റ്റ് ആയിട്ട് തന്നെയാണ് ആ ക്യാരക്ടറിനെ സമീപിച്ചത്. ഈ സിനിമകളിൽ ഏറെയും തിയേറ്ററിൽ നിന്ന് കാണുന്നുണ്ടല്ലോ, മൾട്ടിപ്പിൾ ടൈംസ് കാണുന്നുണ്ട്. ഈ ക്യാരക്ടർ തിയേറ്ററിലേക്ക് കാണുന്ന സമയത്ത് ഇപ്പോൾ ബേസിലിൻ്റെ ക്യാരക്ടറിൻ്റെ നല്ലൊരു ശതമാനം പ്രത്യേകം ഇതെല്ലാം റിലേറ്റബിൾ ആണ്. പക്ഷെ ഇതൊന്നും ബേസിലിനോട് ഏതെങ്കിലും തരത്തിൽ ബേസിലുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ടുള്ളൊരു ക്യാരക്ടറല്ല. ബേസിലുമായിട്ട് അങ്ങനെ ഒരു കണക്ടിവിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഇവരെയൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ ഏത് രീതിയിൽ, ഇപ്പോൾ രാജേഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കംപ്ലീറ്റ് ഫണ്ണായിട്ട് ഏത് രീതിയിലാണ് ബേസിൽ വാച്ച് ചെയ്യുക? ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് വാച്ച് ചെയ്യുക ഇവരെ? എനിക്ക് ആ ക്യാരക്ടേഴ്സായിട്ട് ഇപ്പോൾ ജോയ്മോൻ എനിക്ക് കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് ചില ഏരിയയിലൊക്കെ. ഈ പറയുന്ന ജോയ്മോനെ പോലെ ഒറ്റപ്പെട്ട ഒരാളൊന്നും അല്ല ഞാൻ, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. എന്നാൽ പോലും ജോയ്മോൻ്റെ ഒരു മാനറിസവും കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊരു ജോയ്, അത് എനിക്ക് ഒരുപാട്, കാരണം അതിൽ പിന്നെ അങ്ങനെ നമ്മളങ്ങ് അഴിച്ചു വിട്ടിരിക്കുക ജോയ്മോനെ. ചിദംബരം അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങോട്ട് ഫീഡ്ബാക്ക്സ് തരും, അച്ഛൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ജോയ്മോനെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ മോസ്റ്റ്ലി നമ്മളൊക്കെ തന്നെയായിരിക്കും. പിന്നെ അതിന് എനിക്ക് ആ മുമ്പത്തെ സിനിമയുടെ ഒരു ബേർഡൻ ഇല്ല. ആ സിനിമ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുന്നതിനൊന്നും. പക്ഷേ ബാക്കി സിനിമകൾക്ക് കാണുമ്പോൾ ഇപ്പോൾ രാജേഷൊക്കെ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ എനിക്ക് ഹൈലി സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. ഇപ്പം ചില ക്യാരക്ടേഴ്സ് നമുക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, നമുക്ക് ഇച്ചിരി കൂടെ നന്നാക്കായിരുന്നു എന്ന് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ രാജേഷും
അജേഷും ഒക്കെ എനിക്ക് ശരിക്കും അങ്ങനെ വേർതിരിച്ച് തന്നെ കാണാൻ പറ്റും അല്ലേ? നമ്മൾ പെർഫോം ചെയ്തത് സ്ക്രീനിൽ കാണുമ്പോൾ അത് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയ്ക്കാണെങ്കിലും അഭിനയിച്ച സിനിമയ്ക്കാണെങ്കിലും എനിക്ക് അത് തോന്നാറുണ്ട്. ഇത് ഇച്ചിരി കൂടെ ഈ സീൻ, പക്ഷെ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ രാജേഷിനും അജേഷിനും ഒക്കെ തരാൻ പറ്റിയിട്ടുണ്ട്. ഫാലിമിയിലാണെങ്കിലും ആ ക്യാരക്ടറിനൊക്കെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുണ്ട്. കഠിന കടോരത്തിനാണെങ്കിലും ഇതിൽ ഇത് നന്നായിട്ടുണ്ട്. ഇത് ആ ഒരു ഇത് തോന്നൂല. പക്ഷെ ഡയറക്റ്റ് ചെയ്ത സിനിമ പിന്നെ ഒരിക്കലും പോയി കാണാൻ തോന്നാറില്ല. മിന്നൽ മുരളി റിലീസിന്റെ ആ ഒരു സമയത്ത് ഒരു പ്രാവശ്യം കണ്ടതേ ഉള്ളൂ. പിന്നെ അതിനുശേഷം മിന്നൽ മുരളി ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. അത്രയും പ്രാവശ്യം കണ്ടതുകൊണ്ടാണ് കാണാനും തോന്നില്ല, പിന്നെ എടുത്ത് കാണാൻ തോന്നിയിട്ടില്ല. അല്ല, നമ്മളത് കുറെ കണ്ടതുകൊണ്ടും അതിന്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ളതുകൊണ്ടും ഇനി അത് കാണുന്നതിൽ ഇനിയിപ്പോ വേറെ നമുക്കൊന്നും ടേക്ക് അവേ ഒന്നുമില്ല. നമുക്കപ്പോ കുഞ്ഞിരാമായണം ആണെങ്കിലും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല, ഗോതയാണെങ്കിലും പിന്നീട് കണ്ടിട്ടില്ല. നമുക്കത് അതിൽ നമ്മളവിടെ അതിന്റെ ഹൈ കഴിഞ്ഞു. പിന്നെ അത് വീണ്ടും കണ്ട് നമ്മളത് വീണ്ടും നമുക്ക് നൊസ്റ്റാൾജിയ പോലെ എടുത്തിരുന്ന് കാണാന്നുള്ള അതിന്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് അതിന്റെ കുറവുകൾ മാത്രമേ കാണാനും പറ്റുള്ളൂ. നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് ഇച്ചിരി അതൊക്കെ അതൊക്കെ നന്നാക്കായിരുന്നല്ലോ എന്നുള്ള തോന്നൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ ചില സിനിമകളിൽ ആ ഒരു നിയർ ടു നമുക്ക് ഹാപ്പി ആവുന്നൊരു ഇത് കിട്ടിയിട്ടുണ്ട്. എന്നാലും ചിലതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഇച്ചിരി കൂടെ നന്നാക്കായിരുന്നു എന്ന് തോന്നാറുണ്ട്. അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും തോന്നാറുണ്ട്. ഞാൻ സംസാരിച്ചിട്ടുള്ള മിക്ക ഡയറക്ടേഴ്സും അവർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സിനിമകൾ പിന്നെ അവർ എടുത്ത് കാണാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്നുള്ള രീതിയിൽ പോകാന്നുള്ളതാണ്. അതിൻ്റെ അന്ന് റിവ്യൂസ് എന്നൊക്കെ പോസിറ്റീവായിട്ടുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസംസ് നമ്മൾ എടുത്തിട്ട് അതിന്ന് തെറ്റുപറ്റിയത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അടുത്ത പടത്തിൽ പണിയെടുക്കുക എന്നുള്ളതല്ലാതെ വീണ്ടും പോയിരുന്ന് വിശകലനം ചെയ്യേണ്ട കാര്യമില്ല. ഒരു 500 കോടിയുടെ പടം ചെയ്താൽ പോലും ആ സിനിമയുടെ ആസ്പിറേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ 2000 കോടിയുടെ ആയിരിക്കും. അപ്പോൾ ആ ഒരിക്കലും ലക്ഷറിയിൽ നിന്നിട്ട് സിനിമ ചെയ്യരുത്, ഒരിക്കലും ഒരു കംഫോർട്ട് സ്പേസിൽ നിന്നിട്ട് സിനിമേനെ സമീപിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. കുറച്ച് അപ്പോൾ നമുക്ക് കുറേ കൂടെ പഠിക്കാൻ പറ്റും, കുറേ കൂടെ വളരാൻ പറ്റും, കുറച്ചുകൂടെ ബെറ്റർ ആവാൻ പറ്റും. പ്രത്യേകിച്ച് കാലഘട്ടം ഇങ്ങനെ ജനറേഷൻ ജെൻ സി അല്ല ജെൻ ആൽഫ ജെൻ ബീറ്റയൊക്കെ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്പേസ് ആണല്ലോ. അത് അങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയണ, ഇപ്പോൾ പൊക്കത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള കോംപ്ലക്സുകളും ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ വളരാനുള്ള ഒരു എന്താ പറയുക ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതും അങ്ങനെ ഓർഗാനിക്കായിട്ട് സംഭവിച്ചതൊക്കെ ആയിരിക്കാം.